IELTS റീഡിംഗ്. എന്താണ് IELTS റീഡിംഗ്? റീഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? വായന അല്ലേ? വായനയെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? എന്തിനാണ് മനുഷ്യൻ വായിക്കുന്നത്? ഒന്ന് നമുക്ക് അറിവ് നേടാനാണോ? അല്ലേ? കുറെ വിഷ്വൽ സിസ്റ്റം ഒക്കെ ഇപ്പൊ ഉണ്ടായ സ്ഥിതിക്ക് നമുക്ക് അറിവ് എന്ന് പറയുന്ന സാധനം നേടിയെടുക്കാൻ വായന തന്നെ ആവശ്യമുണ്ടോ? പഞ്ചേന്ദ്രിയങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ഓഡിറ്ററി, വിഷ്വൽ, കെനസ്തെറ്റിക്, ഈ 3 രൂപത്തിലാണ് പഠനം ഉള്ളത്. ഓഡിറ്ററി, വിഷ്വൽ ആൻഡ് കെനസ്തെറ്റിക്. ഓഡിറ്ററി എന്ന് പറഞ്ഞാൽ എന്താ? ഓഡിറ്ററി എന്ന് പറഞ്ഞാൽ കണ്ടുകൊണ്ടുള്ള വായന, കേട്ടുകൊണ്ടുള്ള വായന അല്ലെ? ഓഡിറ്ററി എന്ന് പറഞ്ഞാൽ കേട്ടുകൊണ്ടുള്ള വായന, കേട്ടുകൊണ്ട് കാര്യങ്ങൾ പഠിക്കുക എന്ന് പറയും. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ കണ്ടിരുന്നല്ലോ, എന്താണ് കേട്ടുകൊണ്ടുള്ള വായനയെ കുറിച്ച്. ഒരു കുട്ടി, ഒരു ഓട്ടിസം ബാധിച്ച ഒരു കുട്ടി കേട്ടുകൊണ്ട് ഖുർആൻ മനപ്പാടാക്കിയ കഥകൾ കേട്ടിട്ടില്ലേ? ഓട്ടിസം ബാധിച്ച ഒരു കുട്ടിയാണ്. കേട്ട് 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 ഖുർആൻ. ചില ആളുകൾക്ക് ഓഡിറ്ററി ഡൊമൈൻ ആയിരിക്കും. ഓഡിറ്ററി വെച്ചുകൊണ്ട് കേട്ടുകൊണ്ട് അവർക്ക് വായിക്കാനുള്ള ശേഷി അതീവമായിരിക്കും. ചില ആളുകൾക്ക് കാഴ്ചയിലൂടെ പഠിക്കാനുള്ള, വിഷ്വലൈസ്ഡ് പഠിക്കാനുള്ള ശേഷിയായിരിക്കും കൂടുതൽ. എക്സ്പെരിമെന്റ് ആയിട്ട് പഠിക്കുന്ന ഒരു വ്യവസ്ഥിതി കൂടെ ഉണ്ട്. അതിന് നമ്മൾ കെനസ്തെറ്റിക് എന്നാ പറയാം. അഥവാ ടച്ച് ചെയ്തുകൊണ്ട്, എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് പഠിക്കുന്നതിന് എന്ത് പറയും? കെനസ്തെറ്റിക് എന്ന് പറയും. അപ്പൊ ഈ 3 രൂപത്തിലാണ്. ഇതിൽ വായന എന്ന് പറയുന്നത് ആണ് കണ്ണുകൊണ്ട് നോക്കി മനസ്സുകൊണ്ട് വായിക്കുന്ന ആ വായനയാണ് മനുഷ്യനെ മാറ്റങ്ങൾക്ക് വിധേയമാക്കുന്നത്. ഏറ്റവും വലിയ മാറ്റങ്ങൾ, പരിവർത്തനങ്ങൾ നടക്കുന്നത് വായനയിലൂടെയാണ്. വായന ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ച മതമാണ് ഇസ്ലാം. ഇസ്ലാം വന്നതോട് കൂടിയിട്ടാണ് ഈ ഭൂലോകത്ത് വായന ആരംഭിച്ചത്. ഖുർആൻ വന്നതോട് കൂടിയിട്ടാണ് ഈ വായനക്ക് പ്രോത്സാഹനം നൽകിയത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇന്ന് വരെ പ്രപഞ്ചം കുതിച്ചു ചാടിയത് വലിയ വലിയ കണ്ടുപിടുത്തങ്ങളും വലിയ വലിയ നേട്ടങ്ങളൊക്കെയാണ്. ഇല്ലേ? 6-ാം നൂറ്റാണ്ടിന് മുമ്പ് ലോകം ഉണ്ടായിരുന്നില്ലേ? പക്ഷെ വലിയ കണ്ടുപിടുത്തങ്ങളും ഉണ്ടായിട്ടില്ല. പക്ഷെ 6-ാം നൂറ്റാണ്ടിന് ശേഷം ലോകം ഒരു മോഡേൺ ലോകമായാണ് അറിയപ്പെടുന്നത്. ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നേടിയെടുത്തു. എത്രയോ പ്രവാചകന്മാർ 6-ാം നൂറ്റാണ്ടിന് മുന്നേ വന്നിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നതിന് ശേഷം ആലോചിച്ച് നോക്കിയേ, ഒരു വലിയ മാറ്റങ്ങളാണ് ഈ ലോകത്തുണ്ടായത്. കാര്യം അത് പ്രോത്സാഹിപ്പിച്ചത് വായനയാണ് എന്നുള്ളതാണ്. വേദഗ്രന്ഥങ്ങളൊക്കെ, ബൈബിൾ ആവട്ടെ, ഭഗവത്ഗീത ആവട്ടെ, വേദങ്ങളാവട്ടെ, ഇനി മുസ്ഹഫ്, ഖുർആൻ ആവട്ടെ, എല്ലാം പുസ്തക രൂപത്തിലാണ് ഇറക്കിയത്. പടച്ചോൻ വിചാരിച്ചാൽ അതൊരു TV രൂപത്തിൽ ഇറക്കിക്കൂടെ? വിഷ്വലൈസ് രൂപത്തിൽ ഇറക്കിക്കൂടെ? അത് ഇറക്കിയില്ലല്ലോ. എന്തേ? പക്ഷെ ആ പുസ്തകത്തിൽ നിന്നാണ് വലിയ വലിയ ഗോപുരങ്ങളെ പണിയേണ്ടത്, വലിയ വലിയ ബ്രിഡ്ജുകളെ പണിയേണ്ടത്, വലിയ വലിയ മാളികകളെ പണിയേണ്ടത്, വലിയ വലിയ സ്തൂപങ്ങളെ പണിയേണ്ടത് ഒക്കെ പുസ്തകങ്ങളിൽ നിന്നാണ് എന്ന് നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് പടച്ചോൻ പഠിപ്പിച്ചു തരികയാണ് ചെയ്യുന്നത്. അപ്പൊ വായനക്ക് അത്രമേൽ പ്രാധാന്യമുണ്ട്. വായന എന്ന് പറഞ്ഞാൽ വെക്കാബുലറി മാത്രം പഠിക്കാനുള്ളതല്ല, ലാംഗ്വേജ് പഠിക്കാനുള്ളത് മാത്രമല്ല, മറിച്ച് അതിനേക്കാൾ അപ്പുറം കണ്ണിന്റെ അടുത്ത് നിൽക്കുന്ന ബ്രെയിനിലേക്ക് പെട്ടെന്ന് സന്നിവേശിപ്പിക്കാൻ കഴിയുന്ന സാധനം വായനയാണ്. ചില ആളുകൾ പറയാറുണ്ട്, മൂവി കണ്ടിട്ട് ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നു. ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല, ലക്ഷ്യം നടക്കാൻ പോകുന്നില്ല. മൂവി എന്ന് പറയുന്നത് അദൃശ്യമായ വേറൊരു ലോകത്തേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ, കാണാറുണ്ടോ സിനിമ? തൊടുപുഴ സിനിമ കാണാറുണ്ടോ? ഇല്ലേ? പലപ്പോഴും ഇല്ലേ? റെക്കോർഡായതുകൊണ്ട് ഓപ്പറേ പറയും. അപ്പൊ ഏതായാലും ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ ചിന്ത ബ്ലോക്ക് ചെയ്യാണ് ചെയ്യുക. ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ചിന്തയെ ബ്ലോക്ക് ചെയ്യലാണ് പതിവ്. അല്ലെ? മൈൻഡ് ഹാക്ക് ചെയ്യുക. അജഗജാന്തരം എന്ന് പറയുന്ന സിനിമ കണ്ടപ്പോ ഇതിന്റെ പാട്ട്, അതിന്റെ പേര് കണ്ടിട്ട് ഞാൻ കണ്ടതാണ്. ഒരു 3-4 ദിവസം ആ ഒരു സംഭവമാണ് നമ്മുടെ മനസ്സിലുള്ളത്. എന്നുവെച്ചാല് ഒരു വിഷ്വലായ ഒരു കാര്യം കണ്ടപ്പോ നമുക്കതിനപ്പുറത്തേക്ക് ചിന്തിക്കാനുള്ള ശേഷി കുറയുന്നു എന്നുള്ളതാണ് കാര്യം. അതേ സമയത്ത് ഒരു പുസ്തകമാണ് വായിക്കുന്നത് എങ്കിൽ ഔട്ട് ഓഫ് ദ ബോക്സ്
ചിന്തിക്കാനുള്ള ഒരു ശേഷി മനുഷ്യരിൽ ആവാഹിക്കുന്നു എന്നുള്ളതാണ്. രണ്ടിന്റെ വ്യത്യാസം അതാണ്. ഒരു കൊലപാതകത്തിന്റെ ഒരു സീന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഒരാഴ്ച ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. അതേസമയത്ത് ആ കൊലപാതകത്തിന്റെ ഒരു ക്രൈം സ്റ്റോറി നമ്മൾ പുസ്തകത്തിലാണ് വായിക്കുന്നത് എങ്കിൽ നമ്മൾ എല്ലാ ഹ്യൂമൻ ബീങ് ഒരു ക്രിട്ടിക് ആകുകയാണ് ചെയ്യുന്നത്. അത് അങ്ങനെ എഴുതേണ്ടില്ലായിരുന്നു, അത് ഇങ്ങനെ എഴുതുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും. നമ്മൾ ക്രിട്ടിക് ആകുകയാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? വായന എന്ന് പറയുന്നത് നമ്മളെ ചിന്തിപ്പിക്കാനാണ് ശ്രമിപ്പിക്കുന്നത്. അതാണ് വായനയുടെ പ്രത്യേകത. എന്നാൽ ഒരു മൂവി ആവട്ടെ നമ്മളെ ചിന്തയെ ബ്ലോക്ക് ചെയ്യാനാണ് പരമാവധി ശ്രമിക്കുന്നത്. അതാണ് വേദഗ്രന്ഥങ്ങളൊക്കെ പുസ്തക രൂപത്തിലായിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം മനുഷ്യൻ വളരുന്നത് വായനയിലൂടെയാണ്. അപ്പൊ വായന എന്ന് പറയുന്നത് അത്രമേൽ ബൃഹത്തായ ഒരു കാര്യമാണ്. വായനാശീലം ഇല്ലെങ്കിൽ ഇന്ന് തൊട്ട് വായിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാക്കിയെടുക്കുക. എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ ഒരു പുസ്തകത്തെ കൂട്ടുകാരൻ, നമുക്ക് ലൈബ്രറി ഉണ്ടല്ലോ, ഇല്ലേ? ആ ലൈബ്രറിയിൽ നിന്ന് ഒരു പുസ്തകം ഒരാഴ്ചത്തേക്ക് അല്ലെങ്കിൽ 2 ആഴ്ചത്തേക്ക്, ഒരു 3 ആഴ്ചത്തേക്ക് എല്ലാ ദിവസവും ഒരു പേജ് വായിക്കുക, രണ്ടാമത്തെ ദിവസം 2 പേജ് വായിക്കുക, മൂന്നാമത്തെ ദിവസം 4 പേജ് വായിക്കുക, 4-ാമത്തെ ദിവസം 8 പേജ് വായിക്കുക. അങ്ങനെ ഒരു എക്സാക്കി കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുക, ഇൻഡു ആക്കി കൊണ്ടുവരാൻ ശ്രമിക്കുക. ആ ശീലം ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മുടെ ചിന്തകൾക്കും അതൊരു വലിയ പ്രൗഢിയൊന്നുമല്ല, ഒരു വലിയ കിരീടം ചൂടുന്ന പരിപാടിയൊന്നുമല്ല. പക്ഷേ അത് ഉള്ളിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തനം മാസ്മരികമായ പ്രവർത്തനമാണ്. ഒരു വായന എന്ന് പറയുന്നത് കൊണ്ട് പ്രവർത്തിക്കുന്നത് ഒരു വലിയ മാസ്മരികമായ പ്രവർത്തനം നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായാലില്ലെങ്കിലും നമ്മുടെ ചിന്താ മണ്ഡലങ്ങളിൽ ഒരു വലിയ പ്രവർത്തനം, ഒരു പരിവർത്തനം നമ്മുടെ ന്യൂറോൺസിന് ആ വായന കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വായനാശീലം എന്ത് ചെയ്യുക, നിലനിർത്തി കൊണ്ടുവരാൻ പരമാവധി ശ്രമിക്കാം. 2 രൂപത്തിലുള്ള വായനയാണ് ഉള്ളത്. ഏതൊക്കെയാണ്? കോൺഷ്യസ് റീഡിങ്, അൺകോൺഷ്യസ് റീഡിങ്. എന്താ കോൺഷ്യസ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ? എന്താ കോൺഷ്യസ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ? ബോധപൂർവമുള്ള വായന എന്ന് പറഞ്ഞാൽ എന്താ? കള്ളുപിടിക്കാണ്ട് വായിക്കാണ്. കള്ളുപിടിച്ചിട്ട് വായിക്കുന്നത് അബോധമായ വായന. അങ്ങനെയാണ്. ബോധപൂർവമുള്ള വായന എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ കോൺസെൻട്രേഷനോട് കൂടി വായിക്കുന്നതിനെയാണ്. എന്നുവെച്ചാൽ ഓരോ വാക്കും, ഫോർ എക്സാമ്പിൾ നമ്മൾ ഇംഗ്ലീഷിൽ വലിയ വായനാശീലം ഇല്ലാത്ത ആളുകൾ, അങ്ങനെ വായനാശീലം ഇല്ലെങ്കിൽ അവിടെ നമ്മൾ എന്താ ചെയ്യുക? ഓരോ അക്ഷരങ്ങളും ഓരോ വാക്കുകളും ഓരോ സെന്റൻസുകളും മനസ്സിലാക്കിയിട്ടാണ് അടുത്ത സെന്റൻസിലേക്ക്, അടുത്ത വാക്കിലേക്ക് നമ്മൾ പോവുക. ഇനി ഏതെങ്കിലും കാരണവശാൽ ഒരു വാക്കിന്റെ അർത്ഥം അറിഞ്ഞില്ലെങ്കിൽ അവിടെ ബ്ലോക്കായി, അവിടെ നമ്മൾ വേറെ ഡിക്ഷണറി തരേണ്ടി വരും, അല്ലേ? അങ്ങനെയൊക്കെ ചെയ്താൽ ആ വാക്കിന്റെ ആശയം ലഭിച്ചതിന് ശേഷമാണ് അടുത്ത വാക്കിലേക്ക് പോയി. ഞാൻ കിട്ടിയിട്ടില്ല എങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ബ്ലോക്ക് ആകുകയും കൂടെ ചെയ്യും. ഇതാണ് ബോധപൂർവമുള്ള വായന എന്ന് പറഞ്ഞാൽ. ബോധപൂർവമുള്ള വായനയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കാര്യങ്ങൾ നമ്മൾ നല്ലപോലെ മനസ്സിലാക്കിയിട്ടാണ് വായിക്കുക. ഒന്ന്. രണ്ടാമത്തത് വെക്കാബുലറി നമുക്ക് സ്റ്റോറേജ് ഇഷ്ടം പോലെ കൂടിക്കൊണ്ടേയിരിക്കും. മൂന്നാമത്തെ ഒരു ഇതെന്ന് പറയുന്നത് നമ്മൾ സ്ലോ റീഡർ ആയിരിക്കും. കോൺഷ്യസ് റീഡിങ്ങിൽ നമ്മൾ പലപ്പോഴും എന്തായിരിക്കും? സ്ലോ റീഡിങ് ആയിരിക്കും ഉണ്ടാകും. ഒരു പേജ് പൂർത്തിയാവുക എന്ന് പറയുന്നത് വളരെ കഠിനമായ ഒരു ടാസ്ക് ആയിരിക്കും. പിന്നെ 4മത്തേന്ന് പറഞ്ഞാൽ കോൺഷ്യസ് റീഡിങ്ങിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉറങ്ങിപ്പോകുന്നത് എന്നുള്ളതാണ്. ചിന്താമണ്ഡലങ്ങളിൽ പുസ്തകത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ ആ എഴുത്തുകളിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് പുസ്തക വായന അതൊരു ഉറക്കത്തിലേക്ക് നമ്മളെ മയക്കുന്ന ഒരു പ്രക്രിയയായിട്ട് മാറും, അല്ലേ? നമ്മൾ അക്കാഡമി പഠിക്കുന്ന ആളുകളാണ്, ഡിഗ്രി PG ഒക്കെ പഠിക്കുന്ന ആളുകളാണല്ലേ. അന്നേരം പുസ്തകം വായിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും അവസ്ഥ ഉണ്ടാവുക? പെട്ടെന്ന് ഉറങ്ങിപ്പോകുന്നു. ദാറ്റ് മീൻസ് യു ആർ ഫോക്കസിങ് ഓൺ ദ കോൺഷ്യസ് റീഡിങ് എന്നാണ്. കോൺഷ്യസ് ആയിട്ട് വായിക്കുന്നത് കൊണ്ടാണ് ആ ഉറക്കത്തിലേക്ക് നമ്മൾ പോകുന്നത്. കാരണം ബ്രെയിൻ ഒരുപാട് സ്ട്രെയിൻ എടുക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഉറക്കത്തിലേക്ക് പോകുന്നത്, ഓരോ വാക്കിന്റെ അർത്ഥം. എന്നാൽ അൺകോൺഷ്യസ് റീഡിങ് അങ്ങനെയല്ല. അൺകോൺഷ്യസ് റീഡിങ് പറയാൻ നിങ്ങൾക്ക് മനസ്സിലായാലും ആയിട്ടില്ലെങ്കിലും ഒരു പാരഗ്രാഫ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് വായിക്കുന്നു. ആ വായിക്കുന്നതിലെ ആശയം മനസ്സിലാക്കുന്നു, മൊത്തത്തിൽ അതിന്റെ ആശയം മനസ്സിലാക്കുന്നു, അടുത്ത പാരഗ്രാഫിലേക്ക് പോകും. അങ്ങനെ ആകുന്ന സമയത്ത് ഏറ്റവും ഫാസ്റ്റ് റീഡിങ് ഏതായിരിക്കും? അൺകോൺഷ്യസ് റീഡിംഗ് ആണ്. ആശയങ്ങൾ മനസ്സിലാവുമോ? മനസ്സിലാവും. വാക്കുകൾക്ക് പ്രാധാന്യമുണ്ടോ? ഇല്ല, വാക്കുകൾക്ക് പ്രാധാന്യമില്ല. കാരണം ചില കാര്യം ആശയം മനസ്സിലാക്കുന്ന മാത്രമേ ഉള്ളൂ. വെക്കാബുലറിക്ക് പ്രാധാന്യമില്ല. പക്ഷേ ആ വെക്കാബുലറി അർത്ഥം അറിയില്ലെങ്കിലും നിങ്ങളുടെ മനസ്സിലുണ്ടാകും എന്നുള്ളതാണ് കാര്യം. ആ വെക്കാബുലറി നിങ്ങൾക്ക് അർത്ഥം അറിഞ്ഞില്ലെങ്കിലും ആ വെക്കാബുലറി എന്തുണ്ട്?
നിങ്ങളുടെ മനസ്സിൽ കളിക്കുമെന്നുള്ളത് തന്നെയാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ കോൺഷ്യസ് റീഡിങ്ങിന്റെ അൺകോൺഷ്യസ് റീഡിങ്ങിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ യു വിൽ ബി ഇൻ ദ ഫാസ്റ്റ് ട്രാക്ക്. വായനയുടെ ഫാസ്റ്റ് ട്രാക്കിലായിരിക്കും നിങ്ങൾ ഉണ്ടാവുക. രണ്ടാമത്തത് ആശയങ്ങളൊക്കെ പെട്ടെന്ന് ഗ്രഹിച്ചെടുക്കാൻ മാത്രം കഴിയും. മൂന്നാമത്തത് നിങ്ങളെ ചിന്താമണ്ഡലങ്ങളിൽ ഇത് കൂടാതെയുള്ള ആശയങ്ങൾക്കുള്ള സ്പേസ് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വായിക്കുന്ന സമയത്ത് നിങ്ങൾ ഇപ്പോൾ ഇവിടെ എത്ര പേരുണ്ട്? ഇത്രയും പേരുണ്ട്. ഈ ആളുകൾ ഒരു പുസ്തകം, ഒരു പേജ് നിങ്ങൾ അരമണിക്കൂറിനുള്ളിൽ ഫാസ്റ്റ് ട്രാക്കിലാണ് വായിക്കുന്നത് എങ്കിൽ, ഒരു പേജ് അരമണിക്കൂറല്ല, ഒരു 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 2-3 മിനിറ്റിന്റെ ഉള്ളിൽ നിങ്ങൾ വായിക്കുകയാണ് എങ്കിൽ, അതാണല്ലോ ഫാസ്റ്റ് ട്രാക്ക് എന്ന് പറയുന്നത്, അല്ലേ? ഈ ഇത്രയും ആളുകൾക്ക് വ്യത്യസ്തമായ വേറെ കുറെ ആശയങ്ങളുണ്ടാവും. 10 ആളുണ്ടെങ്കിൽ 10 ആശയമായിരിക്കും അതിൽ നിന്നുണ്ടാവുക എന്നുള്ള സംഭവം. മനസ്സിലാക്കിയതൊക്കെ സെയിം ആണ്, പക്ഷെ അതിൽ ആശയം എന്തായിരിക്കും? 10 ആയിരിക്കും എന്നുള്ളതാണ്. മനസ്സിലാണോ? അപ്പോ മനുഷ്യർക്ക് ചിന്തിക്കാനുള്ള കപ്പാസിറ്റി തരുന്ന വായനയാണ് ഏത് അൺകോൺഷ്യസ് റീഡിംഗ് എന്ന് പറയുന്നത്. അൺകോൺഷ്യസ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ ബോധമില്ലാതെ വായിക്കുക എന്നുള്ളതല്ല, മറിച്ച് ഫാസ്റ്റായിട്ട് വായിച്ച് അത്യാവശ്യം ബോധം നമ്മൾ സമ്പാദിക്കുക എന്നുള്ളതാണ് അൺകോൺഷ്യസ് റീഡിങ്ങിന്റെ. അഥവാ നമുക്കതിലെ ന്യൂനതകളെ നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല എന്നർത്ഥം. വാക്കുകളുടെ അർത്ഥമോ ഓരോ വാക്കുകൾ അല്ലെങ്കിൽ ക്രിറ്റിക് എന്താണ്, അല്ലെങ്കിൽ നമ്മൾ എഴുത്തുകാരൻ എന്താണ് ചിന്തിക്കുന്നത് എന്ന് ആശയമോ അവിടെ ഉദിക്കുന്നേ ഇല്ല, മറിച്ച് നമ്മൾ സിമ്പിളായിട്ട് വായിക്കുന്നു എന്നുള്ളതാണ് കാര്യം. ഇതാണ് കോൺഷ്യസ് റീഡിംഗ് ആൻഡ് അൺകോൺഷ്യസ് റീഡിംഗ്. IELTS സംബന്ധിച്ചിടത്തോളം ഈ 2 സന്ദർഭവും നമുക്ക് അത്യാവശ്യമാണ്. മനസ്സിലാണ്ടോ? ഇതിലെ റീഡിങ്ങിന് ആൻസർ ട്രേസ് ചെയ്യാനുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത് ഇതിന്റെ ടാറ്റിക്സ് മനസ്സിലാവുക എന്നുള്ളതാണ്, ഇതിന്റെ ഐഡിയ മനസ്സിലാവുക എന്നുള്ളതാണ്. 3 പ്രധാനപ്പെട്ട ടാറ്റിക്സ് ആണ് ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്ന് സ്കിമ്മിങ് എന്ന് പറയുന്ന ടാറ്റിക്സ് ആണ്. എന്താ സ്കിമ്മിങ് എന്ന് പറഞ്ഞാൽ? എന്താണ്? റീഡ് ദ ജിസ്റ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ മെയിൻ ഐഡിയ. എന്താണെന്ന് വെച്ചാൽ അങ്ങനെ പറഞ്ഞാൽ ആശയം മനസ്സിലാക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാല് അതിൽ നമ്മൾ സ്കിമ്മിങ് എന്ന് പറഞ്ഞാൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ഒന്ന് ആശയം മനസ്സിലാക്കണം, അതേപോലെ തന്നെ റീഡ് ഫോർ ദ ജസ്റ്റ്. ജസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിലെ കാമ്പ് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ഒന്ന് ഐഡിയ അറിഞ്ഞിരിക്കണം, അതേപോലെ തന്നെ അതിന്റെ കീവേഡും മനസ്സിലാക്കുന്നതിനെയാണ് സ്കിമ്മിങ് എന്ന് പറയുന്നത്. സ്കിമ്മിങ് എന്ന് പറയുന്ന ടേം എഞ്ചിനീയേഴ്സ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ടേമാണ്. എന്ന് വെച്ചാൽ അത് കൂടുതലായിട്ട് നമ്മൾ എഞ്ചിനീയേഴ്സ് ഉപയോഗിക്കുന്നത് മുകളിലെ ഭാഗം എടുത്ത് പരിശോധിക്കുന്നതിനെയാണ്. ലബോറട്ടറിയിലൊക്കെ ഉപയോഗിക്കുന്ന സാമ്പിൾ ഉപയോഗിക്കില്ലേ, അതിനെയാണ് സ്കിമ്മിങ് എന്ന് പറയുന്നത്. കുറച്ചെടുക്കുള്ളൂ. അരി വെന്തോ നോക്കണം, എങ്ങനെ നോക്കല്? തൊടുപുഴ നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെ നോക്കല്? അരി വെന്തോ നോക്കൽ എങ്ങനെ? അരി മൊത്തത്തിൽ വാരത്തിട്ട് ഓരോ വറ്റിരുന്ന് അമർത്തി വെക്കും, അങ്ങനെയാണോ? ഒന്നെടുത്ത് വായിലിട്ട് നോക്കും, അല്ലെങ്കിൽ ഒന്ന് അമർത്തി നോക്കും, അല്ലെ? ഈ പ്രക്രിയയാണ് സ്കിമ്മിങ് എന്ന് പറയുന്നത്. മൊത്തത്തിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ഭാഗം നോക്കുന്നത്. അതേ ടേം തന്നെയാണ് നമ്മൾ റീഡിങ്ങിൽ അപ്ലൈ ചെയ്യേണ്ടത്. ആദ്യം ക്വസ്റ്റ്യൻ വായിക്കുക. ക്വസ്റ്റ്യനിലെ ആശയം നമ്മൾ അറിഞ്ഞിരിക്കണം, അണ്ടർസ്റ്റാൻഡ് ദ കീ ഐഡിയ. രണ്ടാമത്തത് അണ്ടർസ്റ്റാൻഡ് ദ കീവേഡ്. കീവേഡും മനസ്സിലാക്കിയിരിക്കണം, കീ ഐഡിയയും മനസ്സിലാക്കിയിരിക്കണം. അതിനെയാണ് സ്കിമ്മിങ് എന്ന് പറയുന്നത്. രണ്ടാമത് വരുന്നത് സ്കാനിങ് എന്നാണ്. എന്താ സ്കാനിങ് എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് സ്കാനിങ്? സ്കാനിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വായിക്കുക എന്നുള്ളതല്ല, മറിച്ച് നമ്മൾ നേരത്തെ കണ്ടെത്തിയ സ്കിം ചെയ്ത കാര്യമല്ലേ? സ്കിം ചെയ്തപ്പോ എന്തൊക്കെയാ നമ്മൾ കണ്ടത്? ഒന്ന് കീവേഡ് കണ്ടു, മറ്റൊന്ന് കീവേഡും കണ്ടു, കീ ഐഡിയയും കണ്ടു. എന്തൊക്കെയാണ്ടത്? കീവേഡും കണ്ടു, കീ. ഇനി ഇതിലെ കീവേഡ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് എന്നുള്ളത് പറയാം. കീവേഡ് എവിടെയാണ്, പാരഗ്രാഫിൽ എവിടെയാണ് എന്ന് തിരയുന്നതിനെയാണ് സ്കാനിങ് എന്ന് പറയുന്നത്. പുരീത ചോദിച്ചില്ലേ? ഉറങ്ങിയിരുന്നു നിങ്ങൾ? ഉറങ്ങിയിരുന്നു? അപ്പോ കീവേഡ് എവിടെയാണ് പാസേജിൽ ഉള്ളത് എന്നുള്ള. പാസേജ് എന്ന് പറഞ്ഞാൽ ഏകദേശം 12 മുതൽ 16 പാരഗ്രാഫ് ഉണ്ടാവും. അപ്പൊ ഈ ഒരു പാസേജ് മൊത്തം വായിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ ചോദ്യത്തിന് മറുപടി പറയുക എന്ന പ്രോസസ്സ് നടക്കാത്ത കാര്യം. കാരണം IELTSന്റെ റീഡിങ്ങിൽ 3 എഡിറ്റോറിയൽ പോലെയുള്ള പാസേജുകളാണ് നിങ്ങൾക്ക് വായിക്കാനുള്ളത്. അക്കാഡമിക് ആകുന്നത് കൊണ്ട് റിസർച്ച് പേപ്പർ ആയിരിക്കും എഴുതിക്കും.
അക്കാഡമിക് എല്ലാം റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് ചില റിസർച്ചുമായിട്ടും സക്സസ്ഫുൾ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പേപ്പേഴ്സ് ആണ് നമുക്ക് അക്കാഡമിക്സിൽ വായിക്കാനുണ്ടാവുക. അപ്പോൾ ഈ വായന 1 മണിക്കൂർ കൊണ്ട് പൂർത്തിയാക്കണം. 40 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ 1 മണിക്കൂറിന് എത്ര ഒരു ക്വസ്റ്റ്യൻ എത്ര ടൈം ഉണ്ടാവുക? 1 മണിക്കൂർ കൊണ്ട് 40 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം. 3 പാസേജ് വായിക്കണം. അങ്ങനെ നോക്കുവാണെങ്കിൽ ഒരു പാസേജിന് 20 മിനിറ്റ് സമയം ഉണ്ടാവുള്ളൂ. ഒരു പാസേജിൽ 13 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ചിലത് 14 ഉണ്ടാവും. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ 40 ക്വസ്റ്റ്യൻ 1 മണിക്കൂറിൽ നമ്മൾ ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യന് എത്ര ടൈമാണ് വേണ്ടി വരിക? ഒരു 1.5 മിനിറ്റ് അല്ലേ? 1.5 മിനിറ്റിന്റെ ഉള്ളിൽ ഇത്രയും പ്രോസസ്സ് നടക്കുവോ? അത് നടക്കൂല. ഇത് മൊത്തം വായിച്ചിട്ട് നമുക്ക് മറുപടി പറയാന്നുള്ള പറയുന്ന ആ പ്രോസസ്സ് നടക്കൂല. അപ്പൊ അതിനാണ് ഈ ടെക്നിക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. സ്കിമ്മിങ് എന്ന് പറയുന്ന ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് സ്കിമ്മിങ്? അണ്ടർസ്റ്റാൻഡിങ് ദ കീ വേർഡ് ആൻഡ് കീ ഐഡിയ. രണ്ടാമത്തത് സ്കാനിങ് എന്ന് പറഞ്ഞാലോ ഈ കീവേഡ് എവിടെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്ന് നോക്കണം. കീവേഡ് മെൻഷൻ ചെയ്യുന്ന ആ ഒരു പാർട്ടുണ്ടല്ലോ, അതിനെയാണ് പാസേജ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. എന്താ പറയാ? പാസേജ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും. കീവേഡ് കണ്ടെത്തി നമ്മളൊരു പാരഗ്രാഫിലോ അല്ലെങ്കിൽ ഒരു സെന്റൻസിലോ ആണ് എന്ന് നമ്മൾ കണ്ടെത്തിയ ആ ഒരു സ്പേസിനെയാണ് എന്ത് പറയുന്നത്? പാസേജ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാലോ ക്വസ്റ്റ്യനെയാണ് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ്. ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ ഒന്ന് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് ആണ്, മറ്റൊന്ന് പാസേജ് സ്റ്റേറ്റ്മെന്റ് ആണ്. പാസേജ് സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? കീവേഡ് എവിടെയാണ് പാസേജിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്ന് നോക്കി കണ്ടെത്തി ആ ഒരു ആൻസറിന്റെ ലൊക്കേഷൻ കണ്ടെത്തുന്നതിനെയാണ് എന്ത് പറയുന്നത്? പാസേജ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. കീവേഡ് അല്ല, പാസേജ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് സ്കാനിങ്. ഓക്കെ, ഇത്രയും മനസ്സിലായില്ലേ? ഇനി റീഡിങ് ഫോർ ദ ഡീറ്റെയിൽ. ഇനി നമ്മൾ ഈ 2 സംഭവങ്ങളും വായിച്ച് മനസ്സിലാക്കുക. ഏതാ വായിക്കേണ്ടത്? ഒന്ന് ക്വസ്റ്റ്യൻ നല്ലപോലെ വായിക്കണം ഒന്നുകൂടെ. പിന്നെ വരേണ്ടത് നമ്മൾ ലൊക്കേറ്റ് ചെയ്ത ആ പാസേജിൽ അവിടെ ആൻസർ ഉണ്ടല്ലോ, ഇനി ആൻസർ കണ്ടെത്തണമല്ലോ. അത് രണ്ടും നല്ലപോലെ വായിക്കുക എന്നുള്ളതാണ്. അതോ ആ വായന മനസ്സിലാകുന്ന തരത്തിൽ, അത് കോൺഷ്യസ് റീഡിംഗ് ആയിരിക്കാം. അവിടെ കോൺഷ്യസ് റീഡിംഗ് ആണ് നമുക്ക് ആവശ്യം വരുന്നത്. ആ പാസേജ് രണ്ടും, ആ പാസേജും അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റും പാസേജ് സ്റ്റേറ്റ്മെന്റും വായിക്കലാണ് റീഡിംഗ് ഫോർ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അപ്പൊ വായന എന്ന് പറയുന്നതും 3ാമത്തെ പ്രധാനപ്പെട്ട സ്കില്ലാണ്. മനസ്സിലാവുണ്ടോ? ഈ 3 പ്രധാനപ്പെട്ട സ്കില്ലുകളാണ് നമുക്ക് ഒരു റീഡിംഗ് IELTS പ്രോസസ്സിനനുസരിച്ചിട്ടുള്ള റീഡിംഗ് നടക്കേണ്ടത്. ഈ 3 കാര്യങ്ങളും നടക്കേണ്ടത് ഒരു ക്വസ്റ്റ്യനിൽ 1.5 മിനിറ്റിന്റെ ഫാസ്റ്റിലാണ് ഇത്രയും കാര്യങ്ങൾ നടക്കേണ്ടത്. അതൊരു സ്കില്ലായിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. എന്താണ് സ്കില്ലും ഇന്റലിജന്റും തമ്മിലുള്ള വ്യത്യാസം? എന്താ? പുസ്തക വായന എന്ന് പറഞ്ഞാൽ അതൊരു സ്കില്ലാണ്. അതേസമയത്ത് അക്കാഡമിക്സിന് നമ്മൾ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഇന്റലിജൻസ് ആണ്. ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയുവാണ് എങ്കിൽ, നമ്മൾ പുസ്തകം വായിച്ചാൽ നമുക്ക് മറുപടി ഒരു വർഷത്തെ അധ്വാനം ഉണ്ട്. നമ്മൾ PG ക്ക് പഠിച്ചതും അല്ലെങ്കിൽ ഡിഗ്രിക്ക് പഠിച്ചതൊക്കെ ആയ പുസ്തകം അവസാനം പോയിട്ട് പരീക്ഷ എഴുതാൻ 1 വർഷം നിങ്ങൾക്ക് സമയമുണ്ട് അത് പഠിക്കാൻ, അല്ലേ? അത് പഠിച്ചിട്ടാണ് നിങ്ങൾ പോയിട്ട് പരീക്ഷ എഴുതുന്നത്. ഇതിനെ ഇന്റലിജൻസ് എന്നാണ് പറയാ. അതേ സമയത്ത് നീന്താൻ അറിയോ? ആർക്കൊക്കെ നീന്താൻ അറിയാം? മണ്ണാർക്കാട് നീന്താൻ അറിയാം? എന്താ പകുതി നോക്കിക്കള്? തൊടുപുഴ നിങ്ങൾക്ക് എന്താ അറിയില്ലേ? തൊടുപുഴയിൽ പുഴ ഉണ്ടല്ലോ, ഇല്ലേ? എന്നിട്ട് നീന്താൻ പഠിച്ചില്ലേ? അപ്പം നീന്താ എന്ന് പറയുന്നത് സ്കില്ലാണ്. എന്തുകൊണ്ടാണ് അത് സ്കില്ലായി വരുന്നത്? ഡ്രൈവിംഗ് സ്കില്ലാണ്, വാക്കിംഗ് സ്കില്ലാണ്, അല്ലേ? സൈക്കിൾ ഓടിക്കുക എന്ന് പറയുന്നത് സ്കില്ലാണ്. അപ്പോ ഇവിടെ നമ്മൾ പുസ്തകം കുറെ വായിച്ചു, എങ്ങനെ നമുക്ക് എഫക്റ്റീവായിട്ട് സ്വിമ്മിങ് ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള ആധികാരികമായ ഗ്രന്ഥം, വലിയ യൂണിവേഴ്സിറ്റി റിസർച്ചുകളൊക്കെ പേപ്പറൊക്കെ നമ്മൾ പഠിച്ച് മനപ്പാടാക്കിയിട്ട്, അബ്ദുറഹ്മാൻ നിങ്ങൾ നീന്താൻ പോയാൽ എന്തൊക്കെയാ അവസ്ഥ? കഴിയൂല. അപ്പോ അവിടെ ഇന്റലിജൻസിന് പ്രയോഗമല്ല. സ്കിൽ എന്ന് പറയുന്നത് നമ്മൾ പ്രാക്ടിക്കലി ചെയ്ത് നേടിയെടുക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഇവിടെ ഈ രൂപത്തിൽ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുന്നതിലെ ലക്ഷ്യം എന്താന്ന് വെച്ചാൽ, റീഡിംഗ് എന്ന് പറയുന്ന ഇന്റലിജൻസ് അല്ല നമുക്ക് ആവശ്യം, റീഡിംഗ് എന്ന് പറയുന്ന സ്കില്ലാണ് നമുക്ക് ആവശ്യം. മനസ്സിലാവുണ്ടോ? നിങ്ങളെ സ്കില്ലാണ് ഇവിടെ അസിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് നമ്മൾ പരമാവധി നോക്കേണ്ടത്. എന്നുവെച്ചാൽ വായനയിലൂടെ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം.
സ്പീക്കിങ്ങോ, സ്പീക്കിങ്ങിലൂടെ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതേപോലെ തന്നെ ലിസണിങ് സ്കില്ലോ, ലിസണിങ്ങിലൂടെ കേട്ട് 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 തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. റൈറ്റിംഗ് ആവട്ടെ, എഴുതി തന്നെയാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ഓരോ സ്കില്ല്, ഇപ്പൊ 4 സ്കില്ലുകളാണ് LSRW, 4 സ്കില്ലുകളാണ്. IELTSന്റെ ഈ 4 സ്കില്ലും അതിലൂടെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് നമ്മൾ പോയെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കതിൽ മികവ് പുലർത്താൻ കഴിയുക. എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ചില ആളുകൾ ചില സ്കില്ലുകൾ മാത്രം ഫോക്കസ് ചെയ്യും. മറ്റേത് സ്പീക്കിംഗ് അല്ലേ, അത് കുഴപ്പമില്ല, നടക്കൂല. സ്പീക്കിംഗ് ഇന്ന് തൊട്ട് തന്നെ വർക്കൗട്ട് ചെയ്യിക്കണം എല്ലാവരും. എത്ര വോയിസ് നോട്ട് അയക്കേണ്ടത്? എത്ര വോയിസ് നോട്ട് അയക്കേണ്ടത്? 2? 1? 1 ഒരു വോയിസ് നോട്ട് നിങ്ങൾ അയക്കുകയാണെങ്കിൽ യു വിൽ ബി ഇൻ എ സ്ലോ പിച്ചിങ് ഇൻ ടു യുവർ സ്പീക്കിംഗ്. സ്ലോ പിച്ചിങ് ആയിരിക്കും. 2 അയക്കുകയാണെങ്കിൽ ആ സ്ലോവിൽ നിന്ന് കുറച്ച്, സ്ലോ എന്ന് പറഞ്ഞാൽ അവിടെ സ്പീഡ് ഇല്ല എന്നർത്ഥം, അങ്ങനെ വേണമെങ്കിൽ പറയാം. കുറച്ച് മൂവ്മെന്റ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ 3 വോയിസ് നോട്ടാണ് നിങ്ങൾ അയക്കുന്നത് എങ്കിൽ യു ആർ ജസ്റ്റ് പ്രിപ്പയറിംഗ് ടു ഡെവലപ്പ് യുവർ സ്പീക്കിംഗ് സ്കിൽ. ഇതിലേതാ നിങ്ങൾക്ക് വേണ്ടത്? ഏതാ വേണ്ടത്? അപ്പൊ 3 വോയിസ് നോട്ട് നിങ്ങൾ അയച്ചേക്കണം. ഒന്നെന്താണ് റീഡിങ്ങിന് വേണ്ട പ്രധാനപ്പെട്ട 3 സ്കില്ലുകൾ എന്തൊക്കെയാണ്? തൊടുപുഴ. ഒന്ന് സ്കിമ്മിങ്, രണ്ടാമത്തത് സ്കാനിങ്, മൂന്നാമത്തത് റീഡിംഗ് ഫോർ ഡീറ്റെയിൽ. എന്താണ് സ്കിമ്മിംഗ് എന്ന് പറഞ്ഞാല്? ഫൈൻഡിങ് ദ കീവേഡ് ആൻഡ് കീ ഐഡിയ. ആൻഡ് സെക്കൻഡ് വൺ, ഫൈൻഡിങ് ദ ലൊക്കേഷൻ ഓഫ് ദ കീവേഡ് ഫ്രം ദ പാസേജ്. എന്താണ്? ഫൈൻഡിങ് ദ ലൊക്കേഷൻ, ലൊക്കേറ്റിംഗ് ദ കീവേഡ് ഫ്രം ദ പാസേജ്. അതാണ് സ്കാനിങ് എന്ന് പറയുന്നത്. ആൻഡ് തേർഡ് വൺ, റീഡിംഗ് ഫോർ ഡീറ്റെയിൽ. ഇത് രണ്ടിനെയും നല്ല പോലെ വായിക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ നടക്കേണ്ടത് 1.5 മിനിറ്റിനുള്ളിലാണ്. ഈവൻ ഇതിലൊരു ഡിസിഷൻ മേക്കിംഗ് ഉണ്ട്, അത് സ്ട്രാറ്റജിയിൽ ഞാൻ പറഞ്ഞു. എന്താണ് ഇനി നമുക്ക് പ്രധാനമായിട്ടും വരുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്? റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, റീഡിംഗ് IELTSന്റെ റീഡിംഗ് എന്ന് പറയുന്നത് 40 ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ? 40 ക്വസ്റ്റ്യൻസ് ആണ്. അതിന് 3 പാസേജുകളാണ്, 3 പാർട്ടുകളായിട്ട് വേർതിരിച്ചിരിക്കുകയാണ്. ഓരോ പാർട്ടുകളും 20 മിനിറ്റ് സമയത്തിനുള്ളിലാണ് നമ്മൾ പൂർത്തിയാക്കേണ്ടത്. യു ഗോട്ട് ഐഡിയ? ഇതാണ് റീഡിംഗ് എന്ന് പറയുന്നത്. എന്നാൽ ഇതിൽ വരുന്ന മൊത്തത്തിൽ ക്വസ്റ്റ്യൻസ് ഏകദേശം 16 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഈ 16 ക്വസ്റ്റ്യൻസിനെയും നമ്മളൊരു രത്നച്ചുരുക്കമാക്കിയാൽ, ഒരു ക്യാപ്സുൾ ആക്കി കഴിഞ്ഞാൽ 3 ടാസ്കുകളാണ് ഈ 14 ക്വസ്റ്റ്യൻസിനും അപ്ലൈ ചെയ്യാനുള്ളത്. അതിൽ തന്നെ 3ാമത്തെ ടാസ്ക് ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ഇല്ല. ഒരു പാസേജിന്റെ ഓപ്പോസിറ്റ് കണ്ടെത്തൂ എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ ഇല്ല. അപ്പൊ ഇതെന്തിനാ അവിടെ കൊടുത്തിരിക്കുന്നത്? അത് വേറെ ഒരു ക്വസ്റ്റ്യന്റെ കൂടെ വരുന്നുണ്ട്, അതുകൊണ്ടാണ്. മനസ്സിലാവുണ്ടോ? ഇത് 3ഉം വരുന്ന സിറ്റുവേഷനിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പൊ ഞാൻ ആദ്യം പറയാം, മാച്ചിങ് ആണ് ആദ്യത്തേത് ക്വസ്റ്റ്യൻസ്. മാച്ചിങ് ആണ് ആദ്യത്തെ ക്വസ്റ്റ്യൻസ്. എന്താണ് മാച്ചിങ് എന്ന് പറഞ്ഞാൽ? യോജിപ്പിക്കുക എന്നുള്ളതാണ്. മാച്ചിങ് ക്വസ്റ്റ്യൻ എന്തൊക്കെയാണ് ഞാൻ പറയാം. അതേപോലെ മിസ്സിംഗ് ആണ്. മിസ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ മിസ്സിംഗ് ആയത്, അപ്പൊ എന്തായിരിക്കും മിസ്സായിട്ടുണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സിൽ അവിടെ ഒരു വേർഡ് മിസ്സിംഗ് ആയിരിക്കും അല്ലെ? ആ മിസ്സായ വേർഡ് ഏതാണെന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. മിസ്സിംഗ്. ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എതിർവശം. ഇനി നോക്കിക്കോ, ഇതിലേക്ക് മാച്ചിങ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് വരുന്നത്? മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഐഡന്റിഫൈങ് റൈറ്റേഴ്സ് വ്യൂ ഓഫ് ക്രൈം, മാച്ചിങ് ഇൻഫർമേഷൻസ്, മാച്ചിങ് ദ ഹെഡ്ലൈൻസ്, സെന്റൻസ് കംപ്ലീഷൻ. ഇത്രയും കാര്യങ്ങൾ മാച്ചിങ്ങിൽ പെടുന്നതാണ്. ചൂസ് ദ ആൻസേഴ്സ് ഉണ്ടാവും ഫ്രം ദ ബോക്സ്, അതും വരുന്നുണ്ട്. അത് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സിൽ തന്നെയാണ്, പക്ഷെ ചൂസിങ് ദ സിനോണിംസ് ആണ്, അതും വരുന്നുണ്ട് മാച്ചിങ്ങിനകത്ത്. ഇനി മിസ്സിംഗ് വരുവാണ് എങ്കിൽ മിസ്സിംഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കംപ്ലീറ്റിംഗ് ദ ടേബിൾ ഓർ ഫ്ലോ ചാർട്ട്. ഒരു ചാർട്ട് തന്നിട്ടുണ്ടാവും, ആ ചാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള. ടേബിൾ ചാർട്ടാണ് മിക്കവാറും ഉണ്ടാവുക. ആ ടേബിൾ ചാർട്ടിൽ മിസ്സിംഗ് ആയ ഭാഗങ്ങളുണ്ട്, അത് നമ്മൾ എന്ത് ചെയ്യുക? കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഡയഗ്രാം ഡയഗ്രാം ലാബലിംഗ് ഉണ്ട്. ഡയഗ്രാം ലാബിൽ കംപ്ലീഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡയഗ്രാം തന്നിട്ടുണ്ടാകും. അതിൽ ചില ഇപ്പോൾ മരത്തിന്റെ ഒരു സ്ട്രക്ചറാണ് അവിടെ ഡയഗ്രാമായി വന്നിരിക്കുന്നത് എങ്കിൽ ആ മരത്തിൽ ലീഫിന് നേരെ ഒരു ബ്ലാങ്ക് ഉണ്ടാവും അല്ലേ? ലീഫിന് നേരെ ഉണ്ടാവും. അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട് ആയിരിക്കും, ആ ഫ്ലോ ചാർട്ടിന് നേരെ ബ്ലാങ്ക് ആയിട്ടുള്ളത് ഉണ്ടാവും. അങ്ങനെ വരുന്ന സംഭവത്തെ ആ ബ്ലാങ്ക് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഡയഗ്രാം ലാബിൽ കംപ്ലീഷൻ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ്. അതറിയാലോ,
ഒരു വാക്കിൽ നിന്ന് മിസ്സായി പോയ വാക്ക് ഏതാണെന്നുള്ളത് കണ്ടത്. ഇതാണ് മിസ്സിംഗ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് ഓപ്പോസിറ്റ്. ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, അതിനൊരു സ്പെസിഫിക് ആയിരിക്കുന്ന ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല. ഒരു ഓപ്പോസിറ്റ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല. മറിച്ച് ഇത് മൂന്നും വരുന്ന സിറ്റുവേഷൻ ഉണ്ട്. അങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് ട്രൂ, ഫോൾസ്, നോട്ട് ഗിവൺ, യെസ്, നോ, നോട്ട് ഗിവൺ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ്. എന്നുവെച്ചാൽ ട്രൂ, ഫോൾസ്, നോട്ട് ഗിവണിൽ ഈ ഫോൾസ് വരുന്നുണ്ടല്ലോ, അത് ഓപ്പോസിറ്റ് ആണ്. യെസ്, നോ, നോട്ട് ഗിവൺ എന്ന് പറഞ്ഞ് നോ വരുന്നുണ്ടല്ലോ, അത് ഓപ്പോസിറ്റ് ആണ്. അപ്പോ ഈ 3 ടാസ്കും അപ്ലൈ ചെയ്യേണ്ട ഏരിയ ആണ്, ക്വസ്റ്റ്യൻസ് ആണ് ട്രൂ, ഫോൾസ്, നോട്ട് ഗിവൺ, യെസ്, നോ, നോട്ട് ഗിവൺ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആണ്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഈ 2 ക്വസ്റ്റ്യൻസ് നമുക്ക് സിമ്പിൾ ആയി കഴിഞ്ഞാൽ IELTS സംബന്ധിച്ചിടത്തോളം ഇത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ എളുപ്പമായിരിക്കും ആൻസർ ചെയ്യാൻ. നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഏരിയ കൂടെ ഏതായിരിക്കും? ഈ ട്രൂ, ഫോൾസ്, നോട്ട് ഗിവൺ, യെസ്, നോ, നോട്ട് ഗിവൺ ആയിരിക്കും. മനസ്സിലാവുണ്ടോ? നമ്മൾ അത് മാത്രം ഒന്ന് ആദ്യം ചർച്ച ചെയ്ത് നോക്കുക, പിന്നെ ചൂസിങ്ങിലേക്ക് പോവാം. നോക്കിക്കോ, നമുക്ക് ഇനി അടുത്തത് പറയാനുള്ളത് സ്ട്രാറ്റജീസ് ഓഫ് റീഡിംഗ് ആണ് അല്ലേ? അപ്പൊ ഒന്നാമത്തെ സ്ട്രാറ്റജി എന്താണ്? ഐഡന്റിഫൈങ് ദ കീ ഐഡിയ. ഐഡന്റിഫൈങ് ദ കീ ഐഡിയ ആണ് ഒന്നാമത്തെ സ്ട്രാറ്റജി ആയിട്ട് വരുന്നത്. ഐഡന്റിഫൈങ് ദ കീ ഐഡിയ. പിന്നെ രണ്ടാമത്തതോ കീവേഡ്. അഥവാ ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ നമ്മളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഒരു റീഡിംഗ് സെറ്റ് നമ്മളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അതിന്റെ കീവേഡും കീ ഐഡിയയും. അഥവാ ക്വസ്റ്റ്യൻ ആണ് ഫോക്കസ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ മനസ്സിലാവാതെ ആൻസർ കണ്ടെത്താൻ തൊടുപുഴ ഈ ജന്മത്തിൽ കഴിയൂല. ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. മനസ്സിലാവുണ്ടോ? അതിന്റെ കീവേഡും നമ്മൾ കണ്ടെത്തണം. അബ്ദുറഹ്മാൻ ഉറങ്ങാണോ? അപ്പൊ ക്വസ്റ്റ്യൻ ആദ്യം കണ്ടെത്തണം. ക്വസ്റ്റ്യൻ കണ്ടെത്തി ക്വസ്റ്റ്യൻ വായിക്കണം. അതിന്റെ കീവേഡും കീ ഐഡിയയും കണ്ടെത്തണം. എന്തൊക്കെയാണ് കീവേഡ്? അതാണ് വളരെ ബൃഹത്തായിട്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ള വിഷയം. കീവേഡ് എന്ന് പറഞ്ഞാൽ ഒന്ന് കണക്ടർ ആണ്. കണക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? A connector which can join 2 clauses in a sentence or 2 words in a sentence or sometime 2 paragraph in an essay. മനസ്സിലാണോ? ഇതാണ് കണക്ടേഴ്സ് എന്ന് പറയുന്നത്. കണക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. കൺജങ്ഷൻസ് വരുന്നുണ്ട്, ഡിഗ്രി ഓഫ് കമ്പാരിസൺ വരുന്നുണ്ട്, അതേപോലെ തന്നെ അപ്രോക്സിമേഷൻസും വരുന്നുണ്ട്. ഈ 3 ഭാഗങ്ങളാണ് കൺജങ്ഷൻസ് ആയിട്ട് വരുന്നത്. ഒന്നെന്താണ്? കൺജങ്ഷൻ. എല്ലാ കൺജങ്ഷൻസും കണക്ടേഴ്സ് ആണ്. എന്നാൽ എല്ലാ കണക്ടേഴ്സും കൺജങ്ഷൻ അല്ല. അതെപ്പോഴും മനസ്സിലാക്കണം. എല്ലാ കൺജങ്ഷൻസും കണക്ടർ ആണ്, എല്ലാ കണക്ടറും എന്തല്ല? കൺജങ്ഷൻ അല്ല. അതെച്ചാല് ഫ്രൈസൽ കണക്ടേഴ്സ് വരുന്നുണ്ട്, അതും കണക്ടറാണ്, പക്ഷെ അത് കൺജങ്ഷൻ അല്ല. ഫോർ എക്സാമ്പിൾ, ഇൻ ദ മോർണിംഗ് എന്ന് പറയുന്നത് ഫ്രൈസ് ആണ്. ഇൻ 1996, ടു ബിഗിൻ വിത്ത്, ഇതെന്താണ്? പ്രത്യേകിച്ച് അർത്ഥമില്ല, പ്രത്യേകിച്ച് സബ്ജക്റ്റ് ഇല്ല, പ്രത്യേകിച്ച് വേർബും ഇല്ല. മനസ്സിലാവുണ്ടോ? ഇങ്ങനത്തെ സംഭവത്തെ ഫ്രൈസ് എന്നാണ് വിളിക്കുക. അതേസമയത്ത് ക്ലോസ് എന്നതിനെ പറയില്ല. ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലോസ് എന്ന് പറഞ്ഞാൽ ഒരു സബ്ജക്റ്റും ഉണ്ടാകും, ഒരു വെർബും ഉണ്ടാകും. ഒരു സബ്ജക്റ്റ് ഉണ്ടാകും, ഒരു വെർബും. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ക്ലോസിനെ കുറിച്ചും ഫ്രേസിനെ കുറിച്ചും കൺജങ്ഷനെ കുറിച്ചും പഠിക്കാനുണ്ട്. ആ സമയത്ത് നമുക്ക് ക്ലാസ് എടുക്കാവുന്നതാണ്. അപ്പൊ കണക്ടേഴ്സ് അറിഞ്ഞിരിക്കണം. കണക്ടേഴ്സ് അറിഞ്ഞെങ്കിൽ മാത്രമേ അതിന്റെ ആശയം നമുക്ക് ആക്കാൻ കഴിയുള്ളൂ. കണക്ടേഴ്സ് മനസ്സിലാക്കുന്നത് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. എപ്പോഴും മനസ്സിലാക്കുക, കണക്ടർ നമ്മൾ ഒരു പാസേജ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തിനല്ല? ആൻസർ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് അതിലെ ആ ക്വസ്റ്റ്യൻ എന്താണ് ഐഡിയ എന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കണക്ടർ നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത്.